ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആൻറ്റി ഡിഫെക്ഷൻ ലോയെ പറ്റിയാണ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ സംസാരമാവാൻ കാരണം സുപ്രീം കോടതി തെലങ്കാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് പറഞ്ഞിരിക്കുകയാണ് അടുത്ത 3 മാസത്തിനുള്ളിൽ ഡിസ്ക്വാളിഫിക്കേഷൻ പെറ്റീഷൻസ് ഒക്കെ തീർപ്പാക്കണമെന്ന്. സോ എന്താണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വന്ന വിധിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് 10th ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെടുന്നത് 1985. അത് പ്രകാരം വന്ന ലോയാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഇത് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനും ഒരുപോലെ ബാധകമാണ്. അതായത് എംപിനെയോ MLAനെയോ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡിഫെക്ഷനാണ്. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റം. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആൻറ്റി ഡിഫെക്ഷൻ ലോ നടപ്പാക്കാനായിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സോ നമുക്കൊരു എംപിനെയോ അല്ലെങ്കിൽ ഒരു MLAനെയോ കൺസിഡർ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കേസിൽ ഈ MPയോ അല്ലെങ്കിൽ MLA, നമുക്കൊരു MLAനെ കൺസിഡർ ചെയ്യാം. MLA ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റായിട്ട് നിന്ന് മത്സരിച്ച് വിജയിച്ച് ഒരു പാർട്ടിയുടെ സഹായം ഇല്ലാതെ സഭയിലെത്തിയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു പാർട്ടി എക്സിലേക്ക്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാം, കോൺഗ്രസ് പാർട്ടി ആവാം, BJP ആവാം, ആരിലേക്കും മാറാൻ പറ്റില്ല. ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫിക്കേഷൻ ചാർജസ് നേരിടാവുന്നതാണ്. അതുപോലെ ഈ MPയോ അല്ലെങ്കിൽ MLAയോ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത് സഭയിലെത്തിയ ആളാണെങ്കിലും ഒരു പുതിയ പാർട്ടിയിൽ 6 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ ചാർജസ് നേരിടാവുന്നതാണ്. ഇനി ഒരു പാർട്ടി എക്സിൻ്റെ പിൻബലത്തോടെ നിന്ന് ജയിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹം സഭയിലെത്തിയതിന് ശേഷം ഈ പാർട്ടി പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതെ, അതായത് ആ പാർട്ടി വിപ്പ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസിനെ അബൈഡ് ചെയ്ത് മുമ്പോട്ട് പോവുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ചാർജസ് ഫേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ പിൻബലത്തോടെ നിന്ന് ജയിച്ച് സഭയിലെത്തിയതിന് ശേഷം ആ പാർട്ടി മെമ്പർഷിപ്പ് ഗിവ് അപ്പ് ചെയ്യുകയാണെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ചാർജസ് ഫേസ് ചെയ്യാം. സോ ആരാണ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ചാർജസിൽ തീരുമാനം എടുക്കുന്നത്? അത് ഓരോ സഭയുടെയും പ്രിസൈഡിങ് ഓഫീസേഴ്സാണ്. ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാൻ ആയിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നത്. ഈ പറയുന്ന ഡിസിഷനെ നമുക്കൊരു കോർട്ട് ഓഫ് ലോയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഡിസിഷൻ ചലഞ്ചബിളാണ്. ഇവിടെ തെലങ്കാനയുടെ പ്രശ്നം, തെലങ്കാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സ്പീക്കറിനോട് സുപ്രീം കോടതി അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം, ഈ പ്രിസൈഡിങ് ഓഫീസർ ഭൂരിഭാഗം സമയം ഒരു റൂളിംഗ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് വരുന്നതായിരിക്കും, സ്പീക്കറോ ചെയർമാനോ. സോ അവിടെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ചാർജ് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ നിയമത്തിലൊരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ ടൈം ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. സോ തെലങ്കാനയിൽ ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ സ്പീക്കർ ഡിസ്ക്വാളിഫിക്കേഷൻ ചാർജസിനെ നീട്ടിക്കൊണ്ടു പോയതാണ്. സോ സുപ്രീം കോടതി പറഞ്ഞ് 3 മന്ത്സിൽ ചാർജസ് പരിശോധിക്കണം, അതിനകത്തൊരു തീരുമാനം എടുക്കണമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഡിസിഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം പ്രിസൈഡിങ് ഓഫീസറിന് ടൈം ലിമിറ്റ് ഇല്ല. ഇനി ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. അതായത് ഒരു പാർട്ടിയിലെ 2/3 മെമ്പേഴ്സും പാർട്ടി മാറുകയാണെന്നുണ്ടെങ്കിൽ ഡിഫെക്ഷൻ ചാർജസ് ഫേസ് ചെയ്യത്തില്ല. അതായത് ഇപ്പം 90 മെമ്പേഴ്സ് 90 MPമാരുള്ളൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2/3, അതായത് 60 മെമ്പേഴ്സിൽ കൂടുതൽ പാർട്ടി വേറൊരു പാർട്ടിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഡിഫെക്ഷൻ ചാർജസ് ഫേസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ പ്രിസൈഡിങ് ഓഫീസർ ആയതിനു ശേഷം പാർട്ടി മെമ്പർഷിപ്പ് ഗിവ് അപ്പ് ചെയ്താലും ഈ പറയുന്ന ഡിഫെക്ഷൻ ചാർജസ് ഫേസ് ചെയ്യത്തില്ല. ഇത് പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പാർലമെൻറ്റിലെ കുതിര കച്ചവടം തടയാനും അതുപോലെ തന്നെ സെലക്ട് ചെയ്യപ്പെടുന്ന ഗവൺമെൻറ്റിന് സ്റ്റെബിലിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ്. സോ ഇതാണ് ഇന്നത്തെ 3 മിനിറ്റ് സീരീസിലെ ആൻറ്റി ഡിഫെക്ഷൻ ലോ.